കുട്ടികളൊക്കെ ബുക്ക് പൂജയ്ക്ക് വെച്ചോ? എല്ലാ ബുദ്ധിമുട്ടുള്ള ബുക്സും വെച്ചതിന്റെ ഇടയ്ക്ക് മാത്സ് എന്തായാലും ഉണ്ടാവൂലേ? എന്നാ ഈ മാത്സ് ടീച്ചറും അതെ പഠിക്കുന്ന കാലത്ത് മാത്സ് ബുക്ക് തന്നെ വെക്കാറ് കേട്ടോ. എനിക്ക് മാത്സ് തന്നെയായിരുന്നു ബുദ്ധിമുട്ട്. പിന്നെ സോഷ്യൽ സ്റ്റഡീസും. അതിന്റെ കൂടെ പേനയും കോമ്പസും പെൻസിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. ബുക്ക് അങ്ങോട്ട് വെച്ച് വന്നാണല്ലോ അമ്മയുടെ മുമ്പ് കൂടെ ഞെളിഞ്ഞൊരു നടത്തണ്ട്. പറയോ പഠിക്കാൻ പറയോ എന്നും പറഞ്ഞിട്ട്. പാവ അമ്മയാണെങ്കിലോ ഇനി 2 ദിവസം വിറ്റങ്ങളെ എന്താ ചെയ്യാന്നുള്ള ആദ്യം. പക്ഷെ ഞാനൊരു കാര്യം നോക്കിയിട്ടോ, ഈ പൂജയ്ക്ക് ബുക്ക് വെച്ച ദിവസം ഉണ്ടല്ലോ, ആ ദിവസങ്ങളിൽ തന്നെ പുതിയ പൂമ്പാറ്റയും ബാലരമയൊക്കെ വന്നിട്ടുണ്ടാവുക. മുമ്പിലിരിക്കും ചെയ്യാ, വായിക്കാൻ പറ്റാണ്ടിരിക്കും ചെയ്യാ. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. എൻ്റെ പിള്ളേരൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പിന്നെ നോർത്തിലായിരുന്നല്ലോ. അവിടെ ആർമി യൂണിറ്റില് മന്ദിറിൽ കൊണ്ടുപോയി വെക്കും ബുക്സൊക്കെ. അപ്പോൾ അവിടെ നോർത്തിലൊന്നും ഈ ബുക്ക് വെക്കണ പരിപാടി ഇല്ല തോന്നും. അപ്പോൾ അവർക്കൊക്കെ അതൊരു പുതുമ കേട്ടോ. പിന്നെ നമ്മുടെ യൂണിറ്റിന്റെ സ്വന്തം പണ്ഡിറ്റ്ജിയാകുമ്പോൾ വേറൊരു ഗുണമുണ്ട്. നല്ല സിൻസിയർ ആയിട്ട് പ്രാർത്ഥിച്ചിട്ട് ബുക്ക് പൂജയ്ക്ക് വെച്ച് തരൂ കേട്ടോ. അമ്മയൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ അവരുടെ ബുക്കൊക്കെ പൂജയ്ക്ക് വെച്ചിരുന്നത് തിരൂര് അമ്മച്ചന്റെ വീട്ടിലാ, അവിടെ അമ്പലത്തില്. അങ്ങനെ ഒരു പൂജ സമയത്ത് ഉണ്ടായ ഒരു രസകരമായ സംഭവം പറയാം. ഞാൻ 4ലോ 5ലോ പഠിക്കുമ്പോഴാണ് പൂജ ഹോളിഡേയ്സിന്റെ 2 ദിവസം മുമ്പ് ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 20 മാർക്കിൽ എനിക്ക് 4 മാർക്കാ സോഷ്യൽ സ്റ്റഡീസിൽ കിട്ടിയിട്ടുണ്ട്. അത്ഭുതപ്പെടണ്ട, എനിക്ക് എങ്ങനെ അത്ര ഓർമ്മന്നല്ലേ. എന്റെ ഒരു വൃത്തിയില്ലാത്ത ഹാൻഡ് റൈറ്റിംഗിന്റെ മുകളില് ടീച്ചർ നല്ല വടിവൊത്ത അക്ഷരത്തില് റെഡ് കളറിൽ 4/20 എന്ന് എഴുതിയത് എന്റെ മനസ്സൊന്നും ഒരിക്കലും ആയില്ല. അപ്പൊ എന്തായാലും പിറ്റേ ദിവസം തൊട്ട് പൂജ ഹോളിഡേയ്സാ. അപ്പൊ ഇനിയിപ്പോ സ്കൂള് തുറന്നിട്ട് കാണിക്കാന്ന് വെച്ചാൽ ഞാൻ അത് എവിടെയാ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കാന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ അച്ഛന്റെ കുറെ ഫയലുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു മുറിയില്. അത് അച്ഛൻ അങ്ങനെ നോക്കലൊന്നുമില്ല. ഞാൻ അതിന്റെ ഇടയിൽ അങ്ങോട്ട് കുത്തിക്കയറ്റി വെച്ചു. പൂജയ്ക്ക് ബുക്ക് വെച്ചതിന്റെ പിറ്റേ ദിവസം തോന്നുന്നു അച്ഛൻ അന്ന് ഹോളിഡേ ആയിരുന്നു തോന്നുന്നു. അച്ഛൻഡ്രാ ഈ ഫയലൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇരിക്കാൻ നിൽക്കണു. മനുഷ്യനിവിടെ ആകെ ടെൻഷനായിട്ട് വയ്യ. എങ്ങാനും അച്ഛന്റെ കയ്യിൽ ആ പേപ്പർ പെട്ട എന്റെ കാര്യത്തില് പൂജ ഹോളിഡേസിന് മുമ്പ് ഒരു തീരുമാനമാവും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അച്ഛന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമായിരുന്നു നുണ പറയാ. പഠിക്കാത്തതിനും മാർക്ക് കുറഞ്ഞതിനൊന്നും ഒരിക്കലും അച്ഛൻ ചീത്ത അറിയില്ല. പക്ഷെ നുണ പറഞ്ഞ അച്ഛന്റെ വിധം മാറും. ഭാഗ്യത്തിനുണ്ടല്ലോ പെട്ടെന്ന് അച്ഛൻ എന്തോ എടുക്കാനായിട്ട് അവിടുന്ന് എനിക്ക് പോയി. ഞാൻ ഓട്ടി വന്ന് വേഗം ഫയലൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്റെ പേപ്പർ കിട്ടാൻ വേണ്ടി നോക്കി. തപ്പിട്ട് സാധനം കിട്ടണ്ടേ. അതിനിടയ്ക്ക് ഞാൻ ഫയൽ കുറച്ച് എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വായിക്കുകയും ചെയ്തു. ആകെ ടെൻഷനായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ആ പേപ്പർ ആവിയായി പോയതാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അത് അച്ഛന് കിട്ടിയോ അതോ എന്നോട് പറയാണ്ടിരുന്നതാണോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ആ പൂജാവധി കൊളായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ഭാഗത്ത് അച്ഛന് പേപ്പർ കിട്ടിയോ എന്നുള്ള ടെൻഷൻ, മറുഭാഗത്ത് വായിക്കാൻ പാടില്ലാത്ത സമയത്ത് ഫയൽ വായിച്ചില്ലേ എന്നുള്ള വേറൊരു ടെൻഷനും.